വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ മാക്സിമം കളക്ട് ചെയ്ത് ഒരു കമ്പനിക്ക്, ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക്, ഒരു ഡീലർക്ക് എങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കാം, അതിനെക്കുറിച്ചിട്ടുള്ള സഞ്ചാരം, നമ്മുടെ യാത്ര തുടരുകയാണ്. എങ്ങനെ ഒരു റീറ്റെയിലർ, എങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ, എങ്ങനെ ഒരു കമ്പനി ഔട്ട്സ്റ്റാൻഡിങ് കൺട്രോൾ ചെയ്യണം. ഒരു കാര്യം അങ്ങ് തുറന്നു പറയട്ടെ, എപ്പോഴാണ് ഒരു റീറ്റെയിലർ ക്രെഡിറ്റ് കൊടുക്കുന്നത്, എപ്പോഴാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ക്രെഡിറ്റ് കൊടുക്കുന്നത്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ. കമ്പനി ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ, ഒരു കമ്പനി ക്രെഡിറ്റ് കൊടുക്കുമ്പോഴാണ് ഒരു ഡീലർ ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഒരു കമ്പനി ഡിസ്ട്രിബ്യൂട്ടർക്ക് അധികം ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടർ ഡീലർക്ക് കൊണ്ടുപോയി ക്രെഡിറ്റ് കൊടുക്കും. അപ്പോൾ ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർ കൊണ്ടുപോയി കൊടുക്കും, ഞാൻ എന്ന ഡീലർ കൊടുത്തില്ലെങ്കിൽ അവൻ കൊണ്ടുപോയി കൊടുക്കും, ഞാൻ എന്ന ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തില്ലെങ്കിൽ അവൻ കൊണ്ടുപോയി കൊടുക്കും, ഞാൻ എന്ന കമ്പനി കൊടുത്തില്ലെങ്കിൽ അവൻ കൊണ്ടുപോയി കൊടുക്കും. കൊടുക്കട്ടെ എന്ന മഹനീയമായ ഉത്തരമാണ് എനിക്കതിൽ പറയാനുള്ളത്. ഞാൻ ഒന്ന് പറയട്ടെ, റെഡി പേയ്മെൻറ്റിൽ കേരളത്തിൽ ഡീൽ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, റെഡി പേയ്മെൻറ്റിൽ ഡീൽ ചെയ്യുന്ന ഡീലറുണ്ട്, റെഡി പേയ്മെൻറ്റിൽ ഡീൽ ചെയ്യുന്ന കമ്പനിയുണ്ട്. റെഡി പേയ്മെൻറ്റിൽ ഒരു കമ്പനിയുടെ പോളിസി റെഡി പേയ്മെൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറുടെ പോളിസിയും റെഡി പേയ്മെൻ്റ് ആയിരിക്കും, ആ ഡീലറുടെ സിസ്റ്റവും റെഡി പേയ്മെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട് കുറച്ച് കമ്പനികൾ, കുറച്ച് ഡീലർ, കുറച്ച് ഡിസ്ട്രിബ്യൂട്ടർ റെഡി പേയ്മെൻറ്റിൽ ഡീൽ ചെയ്യുന്നു? എന്തുകൊണ്ട് കുറച്ച് കമ്പനികൾ, കുറച്ച് ഡിസ്ട്രിബ്യൂട്ടർ, കുറച്ച് ഡീലർ ഔട്ട്സ്റ്റാൻഡിങ് കയറി നിന്ന് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇത് പോളിസിയാണ്. എന്തായിരിക്കണം നമ്മുടെ പോളിസി? റെഡി പേയ്മെൻറ്റിൽ ഡീൽ ചെയ്യണം, അതായിരിക്കണം നമ്മുടെ നയം, അതായിരിക്കണം നമ്മുടെ പോളിസി, അതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി, അതായിരിക്കണം നമ്മുടെ വിഷൻ, ഫ്യൂച്ചറിലേക്കുള്ള വിഷൻ അതായിരിക്കണം. ആ വിഷനിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു കമ്പനിക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ, മാർക്കറ്റിൽ നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റാതെ കോടിക്കണക്കിന് ഔട്ട്സ്റ്റാൻഡിങ് കിടക്കും. അതിൽ വളരെ കുറച്ച് പൈസ മാത്രമേയാണ് നമുക്ക് ഇൻഫ്ലോ വരികയുള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ് കളക്ട് ചെയ്യുക എന്നുള്ളത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡീലറെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒരു തമാശയായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് ഞാൻ ചോദിച്ചു, സാർ ഇന്ന് ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നിർത്തുകയാണെങ്കിൽ, ഞാൻ ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നിർത്തുകയാണ്, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല, ഗ്യാരണ്ടി പോളിസി കറക്റ്റായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട്, ഞാൻ കംപ്ലൈൻറ്റ് വന്ന സാധനമൊക്കെ തിരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്, ഈ രീതിയിൽ സെറ്റിൽമെൻറ്റ് നടത്തിയാൽ സാറിന് എത്ര പൈസ കിട്ടും? ഞാൻ വെറുതെ ചോദിച്ചു. അദ്ദേഹത്തിന് ആകെ ഒരു 25 ലക്ഷം, ചെറിയ ഡിസ്ട്രിബ്യൂട്ടറാണ്, 25 ലക്ഷം രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. 25 ലക്ഷം രൂപ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അത് 60 ദിവസം കഴിഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ്. എത്ര രൂപ സാറ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നിർത്തുകയാണെങ്കിൽ തിരിച്ച് കിട്ടും? അദ്ദേഹം പറഞ്ഞു, ഇത് കിട്ടും 5 ലക്ഷം, ബാക്കി കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കത് ആ കഥ മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ ഓരോ കസ്റ്റമറിനെയും നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് നോക്കിയാണ് അതിൻ്റെ പേയ്മെൻറ്റ് സ്ട്രാറ്റജി ഇരിക്കുന്നത്. നമ്മൾ പേയ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ഔട്ട്സ്റ്റാൻഡിങ് കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെ കാര്യക്ഷമത കാണിക്കണം. പേയ്മെൻറ്റുകൾ, കാരണം ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഒരു ഡീലറും എങ്ങനെയാണ് കെണിയിൽ വീഴുന്നത്? അവർ കളക്ട് ചെയ്യപ്പെടുന്ന എമൗണ്ട് വളരെ ഭീകരമായ ഒരു എമൗണ്ട് മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യാനുണ്ടാവും. ഇവർ കൊടുക്കുന്നതാണ്. കാരണം കമ്പനിക്കാർ കൊണ്ടുപോയി വയ്ക്കും, ഡീലറുടെ ഷോപ്പിലും കമ്പനിക്കാർ കൊണ്ടുവയ്ക്കും, ഡിസ്ട്രിബ്യൂട്ടറും പുതിയ പുതിയ ഐറ്റം ആഡ് ചെയ്തുകൊണ്ടിരിക്കും.
ഡീലറുടെ കേസിലായാലും ഡിസ്ട്രിബ്യൂട്ടറുടെ കേസിലായാലും ആഡ് ചെയ്യപ്പെടുന്ന ഐറ്റം വളരെ വളരെ അധികമാണ്. ഈ പ്രോഡക്റ്റുകൾ റീറ്റെയിലർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അതനുസരിച്ചുള്ള ഇൻഫ്ലോ വരുന്ന ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്നില്ല, പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് വലിയ പ്രതിസന്ധിയിലാക്കും അവരെ. അപ്പോൾ എന്തുമാത്രം എല്ലാ പുതിയ പ്രോഡക്റ്റുകളും എല്ലാ റീറ്റെയിൽ ഷോപ്പിലും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. പേയ്മെൻറ്റ് കൃത്യമായിട്ട് തരുന്ന ഷോപ്പുകളിൽ മാത്രമാണ് പുതിയ പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. പേയ്മെൻറ്റുകൾ കൃത്യമായിട്ട് തരുന്ന ഡിസ്ട്രിബ്യൂട്ടർക്ക് മാത്രം പുതിയ പുതിയ പ്രോഡക്റ്റുകൾ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇതൊന്നും നോക്കാതെ വരുന്നതൊക്കെ തള്ളി വച്ച് അവസാനം പൈസയ്ക്ക് വേണ്ടി ഭയങ്കരമായ പ്രശ്നത്തിലാവും, പ്രതിസന്ധിയിലാവും. അത് ഒഴിവാക്കണമെങ്കിൽ ഒന്നുകൂടി എടുത്തു പറയാണ്, റെഡി പേയ്മെൻറ്റ് സിസ്റ്റം ഒന്ന് അഡോപ്റ്റ് ചെയ്ത് നോക്കുക. കൊടുക്കുന്നവർ കൊടുക്കട്ടെ, അവർ കൊടുക്കാനുണ്ട്, അവരിൽ നിന്ന് വാങ്ങിച്ചോ, കൊടുത്തോട്ടെ. ഈ ഡിസ്കൗണ്ടാണ് എനിക്ക് തരാനുള്ളത്, ഈ ഡിസ്കൗണ്ട് സ്ട്രക്ചറാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ചോ. ചില ഡിസ്ട്രിബ്യൂട്ടറും ഉണ്ട്, ഡീലറും ഉണ്ട്. എങ്ങനെയാണ്? നേരം വെളുത്ത് എഴുന്നേറ്റ ഒരു പ്രോഡക്റ്റ് 10 രൂപയ്ക്കാണ് മേടിച്ചെങ്കിൽ ചിലപ്പോൾ 9 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ കച്ചവടമുണ്ട്. അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ പെട്ടിയിൽ പൈസ വേണം. അങ്ങനെ ഡീൽ ചെയ്യുന്നവരുണ്ട്. യാതൊരു കാര്യമില്ലാതെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, ഡിസ്ട്രിബ്യൂട്ടറുണ്ട്. അപ്പോൾ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സായാലും പല ഡീലേഴ്സായാലും പ്രോബ്ലത്തിലേക്ക് വരുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ നല്ല മാർജിനിൽ വിൽക്കാത്തത് ഒരു കാരണം. രണ്ടാമത്തെ കാര്യം, ഔട്ട്സ്റ്റാൻഡിങ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു, അത് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നില്ല. റെഡി പേയ്മെൻറ്റ് സിസ്റ്റം ആദ്യം അഡോപ്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക്, ഒരു ഡീലർക്ക് പിടിച്ചു നിൽപ്പുണ്ടാവില്ല. അയാൾ അട്ടർ ഫെയിലിയറിലേക്ക് പോകും. അങ്ങനെ ഫെയിലിയർ സംഭവിക്കാതിരിക്കണമെങ്കിൽ പേയ്മെൻറ്റുകൾ മാർക്കറ്റിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ കടമയാണ്, ഒരു ഡീലറുടെ കടമയാണ്. ഇതൊന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് കമ്പനി കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്ന സൗകര്യം നിർത്തിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർമാർ ക്രെഡിറ്റ് അധികം ചോദിച്ചു വരും. ഇതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൽ സാറിന് എടുക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരിക. ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുപോയി ഡീലറുടെ അടുത്ത് കൊടുക്കുമ്പോൾ എനിക്കിതാണ് ക്രെഡിറ്റ് പീരീഡ് ഉള്ളൂ, ഇത് കൂടുതൽ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സാറ് വേറെ ഐറ്റം പർച്ചേസ് ചെയ്തോളൂ. ആ രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പാവം പിടിച്ച ഡിസ്ട്രിബ്യൂട്ടറും ഡീലർക്കും കുറച്ച് ആശ്വാസം വരും. കാരണം ഇയാൾ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടായിരിക്കും ഈ പ്ലേ മുഴുവൻ നടത്തുന്നത്. മാസം അവസാനമാകുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട വരും. ഒരു 8-9 ലക്ഷം രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ചെയ്താൽ ഒരു 10-16,000 രൂപ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് അടയ്ക്കേണ്ടി വരും. അത് അയാളുടെ ലാഭത്തിൽ നിന്ന് പോകുന്ന പൈസയാണ്. ചിലപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ അത് റെഡി പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നടത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഡിസ്കൗണ്ടും ഓഫറും പറഞ്ഞ ശേഷം ഒരു ഡീലറായാലും ഡിസ്ട്രിബ്യൂട്ടറായാലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ അടുത്ത് പോകാൻ നേരത്ത്, ഞാൻ റെഡി പേയ്മെൻറ്റ് അങ്ങ് തരാം, അപ്പോൾ ഈ ഡിസ്കൗണ്ടിൽ നിന്നും എത്ര കുറയും? പക്ഷേ ഈ പാവം പിടിച്ച ഈ കമ്പനി എക്സിക്യൂട്ടീവ് ചിലപ്പോൾ സംസാരിച്ചിരിക്കുന്നത് മാക്സിമം എല്ലാ നെറ്റ് റേറ്റ്, ടാക്സ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ള നെറ്റ് റേറ്റിലായിരിക്കും സംസാരിച്ച് വെച്ചത്. അവസാനം ഇയാളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉറപ്പായും ആ എക്സിക്യൂട്ടീവ് ചിന്തിക്കാതിരിക്കില്ല, ഇനിയുള്ള ബിസിനസ്സുകളിൽ ഒരു റെഡി പേയ്മെൻറ്റ് വരുമ്പോൾ ഒരു 5% മാറ്റിയിടാം, എങ്കിലാണ് ഇതുപോലുള്ള ഡീലർക്കും ഇതുപോലുള്ള ഡിസ്ട്രിബ്യൂട്ടറേയും ഡീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും, ചില ഡീലറായാലും ചില ഡിസ്ട്രിബ്യൂട്ടറായാലും റെഡി പേയ്മെൻറ്റിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. റെഡി പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സുഗമമായി മാർക്കറ്റ് പോകും. വലിയ ഹെഡേക്കുകൾ തലയിൽ കയറ്റി വയ്ക്കേണ്ടതുമില്ല. ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സംസാരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചില സീസണൽ ബിസിനസ്സുകൾ കേരളത്തിൽ നടക്കുന്ന മഴയില്ലാത്ത സമയത്ത് നടക്കുന്ന ബിസിനസ്സുകൾ ഉണ്ട്, മഴയുള്ളപ്പോൾ നടക്കുന്ന ബിസിനസ്സുകളുണ്ട്, അല്ലെ? അങ്ങനെ സീസണൽ ബിസിനസ്സുകളുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ കാര്യത്തിലായാലും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. മഴ ഇല്ലാത്തപ്പോഴാണ് ഇതിനൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽ വർക്കുകൾ അധികം നടക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് കൂടുതലായിട്ട് കയറി നിൽക്കുന്നത് ഒരു പരിധി വരെ ഓഫ് സീസണിലായിരിക്കാം.
കച്ചവടം കുറവുള്ളപ്പോൾ അവർക്ക് പേയ്മെൻറ്റും തരാൻ പറ്റില്ല. അങ്ങനെ ഓഫ് സീസണിൽ വളരെയധികം ബിസിനസ്സുകൾ കുറഞ്ഞു നിൽക്കും. പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് കൂടിക്കൊണ്ടിരിക്കും. അവർ പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കും. പേയ്മെൻറ്റ് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം? നമുക്ക് നല്ലപോലെ വേനൽക്കാലം വരുമ്പോൾ, ചൂടുള്ള സമയം വരുമ്പോൾ ഇത്തരം ബിസിനസ്സുകൾ കൂടുതലായിട്ട് നടക്കും. ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ കൂടി നിൽക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സീസൺ സമയത്ത് അവരോട് പറയാൻ സാധിക്കണം, സാർ ഇത് സാറിൻ്റെ സീസൺ സമയമാണ്, നന്നായിട്ട് ബിസിനസ് നടക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ, അതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഈ 5 ലക്ഷം നിൽക്കുന്നുണ്ട്, ഞാൻ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഇവിടെ വന്ന് നേരിട്ട് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് പേയ്മെൻറ്റ് കളക്ട് ചെയ്തോളാം, കുറച്ച് പൈസ കൂടുതൽ ഇട്ട് തരണം. 60 ദിവസം കഴിഞ്ഞ പേയ്മെൻറ്റുകൾ നിൽക്കുന്നുണ്ട് സാർ, 90 ദിവസം കഴിഞ്ഞ പേയ്മെൻറ്റുകൾ നിൽക്കുന്നുണ്ട്. ഇത് സീസൺ ആയതുകൊണ്ട് അധികം സാറിന് ഇൻഫ്ലോ വരും, ക്യാഷ് ഇൻഫ്ലോ കൂടുതൽ ബിസിനസ് നടക്കും, കൂടുതൽ പേയ്മെൻറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് അത് കളക്ട് ചെയ്യാൻ നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ ഫോക്കസ് ചെയ്യണം. അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീസൺ സമയത്ത് കൂടുതൽ പേയ്മെൻറ്റുകൾ, കൂടുതൽ കളക്ഷൻ ആ റീറ്റെയിലർക്കോ ആ ഡിസ്ട്രിബ്യൂട്ടർക്കോ കൂടുതൽ കളക്ഷൻ കിട്ടുമ്പോൾ കമ്പനിക്കായാലും ആ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു നല്ല മെത്തേഡാണ്, നല്ലൊരു മാർഗമാണത്. ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ വേറെ ഒരു ഏരിയയെക്കുറിച്ച്, വേറെ മേഖലയെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.